ഖുർആനിലൂടെ അല്ലാഹു നമ്മളെ അറിയിക്കുന്ന സത്യം, നിങ്ങൾ മുത്തഖീങ്ങളായാൽ നിങ്ങൾക്ക് ഞാൻ തരുന്ന സവിശേഷതകൾ എന്തൊക്കെയാണ്? വെറുതെ ഒരാളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കലല്ല അല്ലാഹുവിന്റെ ലക്ഷ്യം. അവൻ തഖ്വയുള്ളവനായി മാറിയാൽ അല്ലാഹു തആല അവന് നൽകുന്ന ഗുണങ്ങളും വിശേഷണങ്ങളുമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നത് ദുനിയാവിൽ ഒരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണം, ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം, രോഗങ്ങൾ മാറണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം, സഹായങ്ങൾ കിട്ടണം. ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്ക് ദുനിയാവിൽ വെച്ച് സാധിക്കാനുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദുനിയാവിൽ ജീവിതം നയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഈ നശ്വരമായ ക്ഷണികമായ നൈമിഷികമായ ഈ ദുനിയാവിൽ നിങ്ങൾ ജീവിതം നയിക്കുമ്പോൾ എന്നെ ഭയപ്പെട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് ഗുണങ്ങൾ നൽകി നിങ്ങളെ ഞാൻ ശ്രേഷ്ഠനാക്കാം. അതിന് അല്ലാഹു തആല വെച്ച ഒരേ ഒരു ഉപാധി എന്താണ്? ഭയഭക്തിയുള്ളവരായി മാറുക, തഖ്വ ഉള്ളവരായി മാറുക. ആ ഒരൊറ്റ ഉപാധി മാത്രമേ അല്ലാഹു നമ്മുടെ മുന്നിൽ വെച്ചിട്ടുള്ളൂ. അതാണ് ലഅല്ലക്കും തത്തഖൂന എന്ന് അല്ലാഹു തആല പറയാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ നോമ്പുകാരനായി മാറി തഖ്വ ഉള്ളവരായി മാറിയാൽ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന ഓഫറുകൾ: ഒന്ന്, അൽ ഹിഫാളതു മിനൽ അദാ. ഏത് വലിയ ബദ്ധവൈരികളും ശത്രുപാളയത്തിൽ നിന്ന് അല്ലാഹു നിങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും സംരക്ഷിക്കാമെന്ന് അല്ലാഹു ഏറ്റെടുത്തിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം. നമ്മളെ ഏത് വൈരികൾ, ഏത് ബദ്ധവൈരികൾ, ഏത് ശത്രുക്കൾ നമ്മളെ കടന്നാക്രമണം നടത്താൻ ഒളിഞ്ഞുകൊണ്ട് അവൻ കുതന്ത്രങ്ങൾ മെനയുന്നുണ്ടോ, അവന്റെ കുതന്ത്രങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒടിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് അല്ലാഹു തആല നൽകുന്നത് മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. ഞാൻ ഈ പറയുന്ന ഓഫറുകളെല്ലാം മുത്തഖീങ്ങൾക്ക് മാത്രമാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. ഏത് മുത്തഖീങ്ങൾ? റമളാനിൽ നോമ്പ് പിടിച്ചാൽ നിങ്ങൾ മുത്തഖീങ്ങളാകും എന്ന് അല്ലാഹു തആല പറഞ്ഞ മുത്തഖീങ്ങൾക്ക് മാത്രമുള്ള ഓഫറായത്. അതുകൊണ്ട് സാധാരണക്കാരനക്ക് ഇത് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് തഖ്വയുള്ളവരായി അല്ലാഹ് എന്നെ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ വസിയത്ത് ചെയ്യുന്നു എന്നോട് നിങ്ങളോട് തഖ്വയുള്ളവരായി മാറാൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും മിമ്പറിൽ നിന്നുകൊണ്ട് ഇമാമ നമ്മളോട് അഭ്യർത്ഥിക്കുന്ന ഒരു അഭ്യർത്ഥനയാണ്, ഒരു ഉപദേശമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങളുടെ സംസാരം നന്നാക്കണമേ. മയമായ നിലയിൽ, മാന്യമായ നിലയിൽ, അശ്ലീലങ്ങളൊന്നുമില്ലാത്ത സംസാരം മാത്രമേ നിങ്ങൾ സംസാരിക്കാവേ എന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് ഉത്ബോധനം നടത്തുകയാ. അങ്ങനെ നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറിയാൽ, മാന്യമായ നിലയിൽ സംസാരിക്കുന്നവരായി മാറിയാൽ, യുസ്ലിഹു ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാത്രമല്ല നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരികയും ചെയ്യും. അങ്ങനെ നാക്കുകളെ നന്നാക്കി, നാവുകളെ നന്നാക്കി, ഹറാമുകൾ ഒഴിവാക്കി തഖ്വ ഉള്ള യഥാർത്ഥ വിശ്വാസിയായി മാറിയാൽ അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവരായി. അവർ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ അവർക്കുള്ള ഗുണമെന്താ? അവർ ഉന്നതമായ വിജയത്തിൽ എത്തിപ്പെട്ടു. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഈ പറയപ്പെട്ട വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട്, ഈ പറയപ്പെട്ട ഉത്ബോധനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ആരൊരാൾ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നുവോ, ഫഖദ് ഫാസ ഫൗസൻ അളീമാ, അവർ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിപ്പെട്ടു. പരിശുദ്ധ ഖുർആൻ. അവർ വിജയിച്ചു നടത്താം, അവർ വിജയം കൈവരിച്ചു. നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മൾ ഈ ജീവിക്കുന്ന എന്തിനാണ്? ആഖിറത്തിൽ വിജയിക്കാനാ, ദുനിയാവിൽ വിജയിക്കാനല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ആഖിറത്തിൽ വിജയിക്കാനാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയത്.
നമ്മൾ ഈ ചെറിയ സദസ്സിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയത് ദുനിയാവിലെ രക്ഷയ്ക്കല്ല, ആഖിറത്തിൽ വിജയത്തിനാണ്. ഈ വാള് പറയാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ വരുന്നതും ഈ പ്രസംഗിക്കുന്നതും ആഖിറത്തിലെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ദുനിയാവിലെ ലക്ഷ്യം നമുക്കില്ല. ഇവിടെ ദുനിയാവിനെ കുറിച്ച് നമുക്കൊരു ചർച്ചയില്ല. നമ്മുടെ ആഖിറമാണ് നമുക്ക് വലുത്. കാരണം നമ്മൾ ജീവിക്കുന്നത് ആഖിറത്തിന് വേണ്ടിയിട്ടാണ്, പരലോകത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, അവിടെ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അവിടെ അനശ്വരമായ ഭവനത്തിൽ ഒരു താമസം കിട്ടാനാണ് നമ്മൾ ഈ കിടന്ന ഈ ദുനിയാവിൽ ഈ നൈമിഷികമായ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നത്. അതല്ലാതെ ആഖിറത്തെ പേടിയില്ലാത്തവർക്ക് പള്ളിയും വേണ്ട, നിസ്കാരവും വേണ്ട, നോമ്പും വേണ്ട, സക്കാത്തും വേണ്ട, ഹജ്ജും വേണ്ട, ഇബാദത്തും വേണ്ട, ഒന്നും വേണ്ട. ആഖിറത്തിലെ അനശ്വരമായ അനന്തമായ ആ ഒരു ജീവിത ശൈലി അള്ളാഹു നമുക്ക് തരാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. ആ ഓഫർ വാങ്ങാനാണ് ഈ വഅദ് നസീഹത്തുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാകുന്നത്. അതെങ്ങനെ കിട്ടും ആ ഓഫർ? അതാണ് അള്ളാഹ് പറഞ്ഞത്. നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹെ സൂക്ഷിക്കും. അള്ളാഹെ സൂക്ഷിച്ച് നാവുകൾ സൂക്ഷിക്കും, നാക്ക് ശ്രദ്ധിക്കും. എന്നാൽ നിങ്ങളുടെ അമൽ അള്ളാഹ് നന്നാക്കി തരും, നിങ്ങളുടെ നിസ്കാര വിഭാഗത്ത് അള്ളാഹ് നന്നാക്കി തരും, നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു തരും. ആരൊരാൾ അങ്ങനെ നന്നായാൽ അവൻ വിജയിച്ചു, ഉന്നതമായ വിജയം കരസ്ഥമാക്കിയവനായി. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മറ്റൊരായത്തിൽ പറയുന്നു, തഖ്വ ഉള്ളവർക്ക് നാവ് നന്നാക്കാൻ പറ്റുള്ളൂ, സത്യസന്ധനായി ജീവിക്കാൻ കഴിയുള്ളൂ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടണമേ. നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിനോടൊപ്പം നിങ്ങൾ സത്യസന്ധന്മാരായി മാറുകയും ചെയ്യണം. കള്ളം പറയാൻ പാടില്ല, കാപട്യത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ല, ഫനായും ഫിത്നായും പറയാൻ പാടില്ല, ഇതിനൊന്നും നമ്മൾ കൂട്ടുനിൽക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അള്ളാഹു പറയുകയാണ്, സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ. ആ സത്യസന്ധന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആരെ കൊണ്ട് കഴിയും? മുത്തഖീങ്ങളെ കൊണ്ട് കഴിയുള്ളൂ. സത്യസന്ധന്മാരും മുത്തഖീങ്ങളും കള്ളം പറയൂല, തമാശയ്ക്ക് പോലും കള്ളം പറയൂല. കള്ളം പറയുന്നവർ അള്ളാഹ് ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് അള്ളാഹ് പ്രത്യേകമായിട്ട് പറയുന്നത്, നിങ്ങൾ തഖ്വയുള്ളവരാണെങ്കിൽ നിങ്ങൾ സത്യസന്ധന്മാരായി മാറുക. വകൂനൂ മഅസ്സാദിഖീൻ. എന്നിട്ട് അള്ളാഹു അവരോട് പറയുന്നു, നാളത്തെ ഒരു ജീവിതത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? തഖ്വയുള്ളവരെ, നിങ്ങൾ അള്ളാഹെ പേടിച്ചിട്ട് നാളത്തെ ഒരു ജീവിതത്തെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? യാ അയ്യുഹല്ലദീന വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ. നാളത്തെ ഒരു ദിവസത്തെ ഓരോ ആത്മാവും പ്രതീക്ഷിച്ച് വേണം ജീവിക്കാൻ. അള്ളാഹെ ഓർത്തോ, പേടിച്ചോ? ഓരോ ആത്മാവും ചെയ്തത് എന്താണ് എന്ന് വെളിവാക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടാകും. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യത്തിലും പരസ്യത്തിലും മറഞ്ഞിരുന്നും ഒളിച്ചിരുന്നും ഒക്കെ ചെയ്യുന്നതിനെ വ്യക്തമാക്കുന്ന ഒരു ദിവസമുണ്ടാകും. ആ ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണം. അതുകൊണ്ട് വിശ്വാസികളെ, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് പടച്ച തമ്പുരാന് ഭയന്ന് ജീവിക്കണേ. ഖുർആനിന്റെ പല ഭാഗങ്ങൾ പരിശോധിച്ചാലും അല്ലാഹു ഇതാ പറയുന്നത്. ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച മുത്തഖീങ്ങൾക്ക്, ഇങ്ങനെ ഭയപ്പെട്ട് ജീവിച്ച സ്വാലിഹീങ്ങൾക്ക്, മതഭക്തന്മാർക്ക് അല്ലാഹു തആല നൽകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ശത്രുക്കളിൽ നിന്ന് അല്ലാഹു അവനെ സഹായിക്കും. ഒരു ഗൺമാനും വേണ്ട, ഒരു പട്ടാളവും വേണ്ട, ഒരു പോലീസും വേണ്ട, ഒരു കൂട്ടുകാരനും വേണ്ട, അല്ലാഹു അവനെ സഹായിക്കും. എപ്പോൾ? ഇവൻ അല്ലാഹയെ ഭയപ്പെടുന്നവനായി മാറിയാൽ. تمسسكم حسنة تسؤهم وإن تصبكم سيئة يفرحوا بها وإن تصبروا وتتقوا لا يضركم كيدهم شيئا إن الله بما يعملون محيط. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയും സഹാബത്തിനെ നോക്കിയിട്ട് പറയുകയാണ്, മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് വല്ല ഗുണമുണ്ടായാൽ അത് അമുസ്ലിമീങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു വല്ലാത്ത വിരോധമാണ്.
ഒരാൾക്കൊരു ഖൈർ ഉണ്ടാവുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയ എന്ന് പറയുമല്ലോ നമ്മൾ. നബിക്കും സഹാബത്തിനും വല്ല ഗുണമുണ്ടാകുമ്പോൾ പ്രവാചകന്റെയും സഹാബത്തിന്റെയും ഇസ്ലാമിന്റെയും ബദ്ധവൈരികൾക്ക് അത് അംഗീകരിക്കാൻ അങ്ങോട്ട് കഴിയില്ല. അത് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു വല്ലാത്ത കുശുമ്പാണ്, കുശുമ്പ്. എന്നാൽ അവർക്ക് വല്ല ദോഷബാധയേറ്റാലോ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കരമായ സന്തോഷമായിരിക്കും. പക്ഷെ ഈ ജോലി, ഈ ഒരു രോഗം ഇന്ന് മുസ്ലിങ്ങളിൽ പടർന്നിരിക്കുകയാണ്. ഈ ഒരു ജോലി അത് നമ്മൾ പാടില്ല. ഇത് അല്ലാഹു തആല പറഞ്ഞത് ഇസ്ലാമിന്റെ ബദ്ധവൈരികൾക്ക്, ഇസ്ലാമിന്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ വന്നാൽ അവർ സന്തോഷിക്കും. പക്ഷെ അല്ലാഹു തആല പറയുന്നു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും, നിങ്ങൾ മുസ്ലിമീങ്ങളല്ലേ, ഉണ്ടാകും. നിങ്ങൾ ആ വിഷയത്തിൽ പേടിക്കുകയും വേണ്ട, ദുഃഖിക്കുകയും വേണ്ട, പ്രയാസപ്പെടുകയും വേണ്ട. നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ സ്വീകരിച്ചാൽ മതി. إن تمسسكم حسنة تسؤهم നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ, ഇൻ തംസസ്കും ഹസനത്തുൻ നിങ്ങൾക്കൊരു നന്മ വന്നാൽ, തസൂഹും അത് അവരെ വേദനിപ്പിക്കുമത്രേ. വഇൻ തുസിബുകും സയ്യിഅത്തുൻ യഫ്റഹൂ ബിഹാ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലോ, ഒരു പ്രയാസം നേരിട്ടാലോ, ആ പ്രയാസത്തിന്റെ പേരിൽ എതിരാളികൾ തുള്ളിച്ചാടുമത്രേ, സന്തോഷിക്കുമത്രേ. അതുകൊണ്ട് മുസ്ലിം സമുദായമേ, വിശ്വാസി സമൂഹമേ, അല്ലാഹു പറയുന്നു, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ നേരിട്ടാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? അള്ളാന്റെ ഭാഗത്ത് നിന്ന് സഹായം വേണമെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് 2. ഫഇൻ തസ്ബിറൂ വതത്തഖൂ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയും ക്ഷമ അവലംബിക്കുകയും ചെയ്യുന്നവരായി മാറണമേ. എങ്കിൽ ലാ യദുറുകും കൈദുഹും ശൈആ നിങ്ങളുടെ എതിരാളികൾ ഏതെല്ലാം കുതന്ത്രങ്ങൾ മെനഞ്ഞു ചെയ്താലും, ഏതെല്ലാം ഒളിത്താവളങ്ങൾ സൃഷ്ടിച്ചാലും, നിങ്ങളെ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ അവർ കിടഞ്ഞു പരിശ്രമിച്ചാലും, അവരുടെ ഒരു കുതന്ത്രവും നിങ്ങളുടെ രോമകൂമങ്ങൾക്ക് പോലും ഒരു ന്യൂനത ഉണ്ടാക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. അവരുടെ ഒരു കുതന്ത്രവും ഇങ്ങോട്ട് വലിക്കൂല, ഒരു കുതന്ത്രവും വലിക്കൂല. എന്താ ഡിമാൻഡ്? ക്ഷമിക്കണം, തഖ്വ വേണം. ഇപ്പൊ ദുആ ചെയ്താൽ ഇങ്ങോട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല. ഇപ്പൊ ദുആ ചെയ്താൽ ഇപ്പൊ തന്നെ കിട്ടണം. അസറിന് ചെയ്താൽ മഗ്‌രിബിന് കിട്ടണം, നടക്കുന്ന കാര്യമാണ്. അതാണ് നമുക്ക് ക്ഷമയില്ലാതെ പോണത്. നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോ പടച്ച തമ്പുരാന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്തിട്ട് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ, എന്നിട്ട് ക്ഷമ അവലംബിച്ചാൽ, അല്ലാഹു നമുക്ക് ഗൈബിയായ നിലയിൽ സഹായം നൽകും. യാതൊരു സംശയമില്ല. നമ്മുടെ വിഷയങ്ങൾ ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞ് റബ്ബിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഇന്ന് ഈ ഉമ്മത്ത് തയ്യാറല്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന് സഹായം വൈകുന്നത്. ഭാര്യ ലേബർ റൂമിൽ കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വായ നോക്കി ഇങ്ങനെ കണ്ണാടി കൂട്ടിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല. തൊട്ടടുത്ത തൈക്കാവിലോ പള്ളിയിലോ പോയിട്ട് 2 റക്അത്ത് ഹാജത്ത് നമസ്കരിച്ചിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞ റബ്ബിനോട് പറയണം, അല്ലാഹുവേ, എന്റെ ഭാര്യയുടെ ഉത്തരവാദിത്തം നിന്റെ കൈകളിലാണ്. ഡോക്ടർമാർക്ക് കഴിവില്ല, മരുന്നിനൊന്നും ഒരു കഴിവില്ല. അല്ലാഹ്, നീയാണ് സൃഷ്ടിച്ചത്, നീയാണ് സൃഷ്ടാവ്, നീയാണ് കുട്ടിക്ക് ജന്മം നൽകുന്നത്. ഓരോ പെണ്ണിന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കളെ സംരക്ഷിക്കുന്നവർ നീയാണ്. ആ കുഞ്ഞുങ്ങൾക്കൊരു ന്യൂനത പോലും ഇല്ലാതെ ഈ ബൃഹത്തായ ലോകത്തെ കയക്കുന്നത് നീയാണ്. അതുകൊണ്ട് അല്ലാഹുവേ, എന്റെ ഭാര്യയുടെ കാര്യം നീ ഏറ്റെടുക്കണമേ എന്ന് ആത്മാർത്ഥമായി 2 റക്അത്ത് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ക്ഷമ അവലംബിക്കുക. അതിന് തയ്യാറുണ്ടോ? ഇല്ല. കടം കയറി വീട് ആകെ ഇടങ്ങേറായി പോയി. കടം ഭയങ്കരമായ കടത്തിലും പ്രയാസത്തിലും പെട്ടുപോയി. കടം മാറാൻ വേണ്ടി എന്ത് ചെയ്യും? ചെറിയ പലിശക്കാരനെ ആദ്യം സമീപിക്കും. അവന്റെ കടപാട് തീർക്കാൻ വലിയ പലിശക്കാരനെ സമീപിക്കും. അവന്റെ ഇടപാട് തീർക്കാൻ കൊള്ളപ്പലിശക്കാരനെ സമീപിക്കും. അവന്റെ ഇടപാട് തീർക്കാൻ മീറ്റർ വെച്ച് പലിശ കൊടുക്കുന്നവനെ സഹായിക്കും. അവനെ പോയി സഹായം തേടും അവനോട്. അവസാനം ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ബ്ലേഡും കൊണ്ടുവന്ന് അവന്റെ കഴുത്തിലേക്ക് വെക്കുമ്പോൾ അവന്റെ വീടും പ്രമാണവും എല്ലാം കൂടെ കൊണ്ടുപോയി ഒരു ബാങ്കിൽ കൊണ്ട് പണയം വെക്കും.
അതും കൂടെ പോകുന്ന ഒരവസ്ഥ വരുമ്പോ ഒരു തുണ്ട് എഴുതി ഉസ്താദിന് കൊടുത്തു വിടും. കടം കൊണ്ട് വളരെ വിഷമത്തിലും പ്രയാസത്തിലാണ്, ഉസ്താദ് ഒന്ന് ദുആ ഇറക്കണമെന്ന്. ലാസ്റ്റ് ഘട്ട അത്യാഹിതത്തില് തുടക്കത്തിലെ ഒരു കൊളസ്ട്രോളിന്റെ ഒരു ഗുളിക അടിച്ച് അങ്ങ് ശരിയാകുമായിരുന്നു. ഇതങ്ങ് അറ്റമെത്തി ലാസ്റ്റ് തീരാറായപ്പോ കൊണ്ടുവന്നിട്ട് വല്ല കാര്യമുണ്ടോ? എന്തേലുമൊക്കെ അസുഖം വരുമ്പോ അതൊന്ന് നോക്കണം. ചിലർ നോക്കൂല, ടെസ്റ്റ് ചെയ്യൂല. എന്നിട്ട് എല്ലാം ഞാൻ അള്ളാഹുൽ വരമേൽപ്പിച്ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മുടെ രോഗത്തിന് നമ്മൾ ചികിത്സിക്കണം, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പ്രേ ആൻഡ് പ്രയർ, പ്രേ ആൻഡ് വർക്ക്. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. മരുന്ന് ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക, മരുന്ന് ചികിത്സ ചെയ്തുകൊണ്ട് ദുആ ചെയ്യുക. അല്ല മരുന്ന് ചികിത്സ ഒന്നും ഇല്ലാതെ പ്രാർത്ഥിക്കല് പെന്തക്കോസ്തുകാരുടെ സ്വഭാവമാണ്. നമുക്ക് ആ സ്വഭാവമില്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ദുആ ചെയ്ത് അതിനുള്ള മരുന്നുകൾ കഴിക്കുക. മരുന്നിന് കഴിവില്ല, അള്ളാഹ്ക്ക് കഴിവ്. പടച്ചവന് നീ ശിഫദ അള്ളാഹുവേ ബിസ്മി ചൊല്ലി കഴിക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക, റബ്ബ് കാര്യങ്ങൾ നേടിയെടുക്കുക. നമ്മളിത് കാര്യമായിട്ട് ഇത് നമ്മുടെ മൊത്തം യഖീൻ, നമ്മുടെ മൊത്തം വിശ്വാസം ഡോക്ടറിലുമായി പോയി, മരുന്നിലുമായി പോയി. അതാ മാറാത്ത അസുഖം. ഓ ആ ഡോക്ടറിന്റെ അടുത്ത് ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞിന്റെ കാറ്റ് പോയേനെ. വിശ്വാസം അങ്ങനെ പോവാണ്. ആ ഡോക്ടറാണ് രക്ഷപ്പെടുത്തിയത്. ഓ ആ ഡോക്ടർ ഒരു ദൈവം തന്നെയാണ്, ആ ഡോക്ടർ ഒരു ദൈവം തന്നെയാണ്. വിശ്വാസം പോകുന്ന പോക്ക് കണ്ട അള്ളാഹ് കാത്ത് രക്ഷിക്കട്ടെ. ഈമാൻ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസബ്ബിബുൽ അസ്ബാബാണ്. കാര്യങ്ങൾ അല്ലാഹു കാരണങ്ങളിലൂടെ, സബബുകളിലൂടെ മാത്രമേ അല്ലാഹു തആല ചെയ്തരുകയുള്ളൂ. നമ്മൾ രോഗം വന്നാൽ ചികിത്സിക്കണം, ചികിത്സിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. അല്ലാഹു ആ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ രോഗങ്ങൾക്ക് ശിഫാ നൽകും. ആക്സിഡന്റ് പറ്റി ആശുപത്രിയിൽ കിടക്കുന്നു, ഡോക്ടറോട് നമ്മൾ പറഞ്ഞു സാറേ വേണ്ടവണ്ണം ഒന്ന് കൈകാര്യം ചെയ്യണം. ഡോക്ടർ പറയും നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് ഞങ്ങൾ ചെയ്തോളാം. മാന്യമായ സംസാരം, മാന്യമായ സംസാരം നമ്മളും ചെയ്യേണ്ടത് അതാണ്. അല്ല ഡോക്ടറിന്റെ മുന്നിൽ പോയി കയ്യും കാലും പിടിച്ച് 500 താളുകൾ കൊടുത്തിട്ട് കാര്യമില്ല. ഈ അടുത്ത സമയത്ത് കൊല്ലത്തൊരു കുട്ടി ഹോസ്പിറ്റലിൽ 1.5 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്തു. 1.5 കോടി രൂപയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി, അവസാനം മരിച്ചുപോയി. ഡോക്ടർ പറഞ്ഞു ഈ 1 കോടി രൂപയുടെ ഓപ്പറേഷൻ ചെയ്താൽ കുട്ടിക്ക് രക്ഷ കിട്ടുമെന്ന്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞു അത് ചെയ്യരുത്, ഇത് നിങ്ങൾ ചെയ്തിട്ട് കുട്ടി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഡോക്ടർമാർ ഉറപ്പ് തരുന്നുണ്ടോ? ഉറപ്പ് തരുന്നുണ്ട് ഉസ്താദ്. ഡോക്ടർമാർ പറയുന്നത് കുഴപ്പമില്ല. കിട്ടുമോ? അള്ളാന്റെ തീരുമാനം, അള്ളാന്റെ തീരുമാനം. അല്ലാഹു തആല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് ഒരു നിക്ഷേപമാക്കി ആ കുട്ടി അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മോമിനിങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഒരു രോഗിയായി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴോ, നമുക്കൊരു പ്രയാസം വരുമ്പോഴോ, നമുക്കൊരു ബുദ്ധിമുട്ടുകളോ, നമുക്കൊരു വേദനകളോ അസഹ്യതകളോ നമ്മളെ നേരിടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്വാധീനിക്കലല്ലാതെ നമുക്കൊരു മാർഗവുമില്ല. റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഖേദങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ പറയാൻ തയ്യാറാകുമ്പോൾ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് അദൃശ്യമായ നിലയിൽ സഹായം നമ്മുടെ മുന്നിൽ കൊണ്ടെത്തിച്ചു തരും. ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുത്ത സഹായം അങ്ങനെയാണ്. ഔലിയാക്കൾക്ക് അല്ലാഹു കൊടുത്ത സഹായം അങ്ങനെയാണ്. ആ സഹായം അല്ലാഹു നമുക്കും തരും. ഇത് ഔലിയാക്കൾക്ക് മാത്രം അല്ലാഹു പ്രത്യേകമായി എഴുതി വെച്ച സഹായമൊന്നുമല്ല. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അല്ലാഹു സഹായിക്കാമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ആ സഹായം അല്ലാഹു നൽകണമെങ്കിൽ അല്ലാഹുവിലേക്ക് അടുക്കണം. എങ്ങനെ? നമസ്കാരത്തിലൂടെയും ക്ഷമയിലൂടെയും തഖ്വയിലൂടെയും. യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾ ക്ഷമിക്കണേ, നിങ്ങൾ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ സ്വാധീനിക്കണേ. നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തുകൊണ്ട് സഹായത്തിന് വേണ്ടി ക്ഷമ അവലംബിക്കണമേ. നിശ്ചയം അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു ബസ് വരുന്നു, രാവിലെ 8 മണിക്ക് വരേണ്ട ബസ്. നമ്മള് 7:45 കുളിച്ചൊരുങ്ങി പുസ്തകമൊക്കെ ആയിട്ട് സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കുന്നു ബസ് കാത്ത്. 8 മണിക്ക് വന്നില്ല. 8:15 ബസ് വന്നുള്ളൂ. ആ 8:15 വരെ നമ്മൾ നോക്കി നിൽക്കൂലേ? ഇല്ല, ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി, ബൈക്ക് കിട്ടി, കയറി പോയി. ശരി പോട്ടെ, സമ്മതിച്ചു. ബോംബെക്ക് പോകാൻ വേണ്ടി ട്രെയിനിൽ ടിക്കറ്റ് എടുത്ത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുക. രാവിലെ 10:05 ബോംബെ വണ്ടി വരും, വന്നില്ല.
ഏതായാലും ബൈക്കിൽ കയറി പോവോ ബോംബെയിൽ? അവർ ബൈക്ക് കിട്ടി ഞങ്ങളപ്പോൾ ബോംബെ കയറി പോയത് എന്തായാലും പറയാൻ പറ്റുമോ? 10:15 വരേണ്ട വണ്ടി വിളിച്ചു പറയുന്നു 2.5 മണിക്കൂർ വൈകിയേ വരുള്ളൂ. ആ 2.5 മണിക്കൂറും അവിടെ നിൽക്കൂലേ സുഹൃത്തുക്കളെ? ആ വണ്ടിക്ക് വേണ്ടി നിൽക്കൂലേ? റിയാദിന് പോകാന്, ദുബായിക്ക് പോകാന്, കുവൈറ്റിന് പോകാന്, ബഹ്റൈന് പോകാന് ഇവിടുന്ന് വണ്ടി കയറി എയർപോർട്ടിൽ പോയി. രാവിലെ 5:05 ഫ്ലൈറ്റ്. അവിടെ ചെന്നപ്പോൾ പറയുന്നു 12 മണിക്കേ ഉള്ളൂ ഫ്ലൈറ്റ്. ഇന്നത് താമസിച്ചാ പോണെ. ട്രാൻസ്പോർട്ടർ ബസ്സിൽ കയറി പോകുന്ന പോലെ വേറെ ഏതെങ്കിലും ഫ്രണ്ടിക്കകത്ത് കയറി പോകാൻ പറ്റുമോ? അവിടെയൊക്കെ ക്ഷമ, അവിടെയൊക്കെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് കഷ്ടപ്പെട്ടിരിക്കും. ഒരു 10-500 റിയാൽ ലാഭത്തിന് വേണ്ടി ത്രൂ ആയിട്ട് പോയി റിയാദിൽ ഇറങ്ങേണ്ട ചെറുക്കൻ കറങ്ങിപ്പോയി മസ്കറ്റിൽ പോയി 9 മണിക്കൂർ താമസിച്ചിട്ട് റിയാദിൽ പോയി ഇറങ്ങും. എന്തിനാ? ഒരു 500 റിയാൽ ലാഭം കിട്ടാൻ വേണ്ടിയിട്ട്. അതിന്റെ ഗുണം എന്താ? 9 മണിക്കൂർ മസ്കറ്റിൽ കിടന്ന് ഇങ്ങനെ കറങ്ങണം. 500 റിയാൽ ലാഭത്തിന് വേണ്ടി 9 മണിക്കൂർ മസ്കറ്റിൽ താമസിക്കുന്നതിന് ഇവന് ക്ഷമയുണ്ട്. അല്ലാഹുവിനോട് കാര്യങ്ങൾ ചോദിച്ച് അത് വരുന്നതിന് വരെ കാത്തിരിക്കാൻ ഇവന് ക്ഷമയില്ല. ളുഹറിന് ചോദിച്ചാൽ അസറിന് കിട്ടണം, അസറിന് ചോദിച്ചാൽ മഗ്രിബിന് കിട്ടണം, മഗ്രിബിന് ചോദിച്ചാൽ ഇശാക്ക് കിട്ടണം. ഇശാ നിസ്കരിച്ച് ചോദിച്ചിട്ട് നടന്നാൽ സുബഹി ആകുമ്പോഴത്തേക്ക് വാതില്ല എന്തെങ്കിലുമൊക്കെ അള്ളാഹു അവിടെ കൊണ്ട് വെച്ചേക്കണം. ഇത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ച് ക്ഷമിച്ചിരുന്നാൽ റബ്ബ് തരും. സഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, സഹായിച്ചില്ലേ? ആരാണ് ബദരീങ്ങളെ സഹായിക്കാൻ അവിടെ മുന്നിട്ടിറങ്ങിയത്? ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി തങ്ങളും സഹാബാക്കളും നോമ്പും പിടിച്ച് കഷ്ടപ്പെട്ട് എരിപൊരി കൊള്ളുന്ന വെയിലിൽ ബദറിന്റെ രണാങ്കളത്തിലേക്ക് വന്ന് നിൽക്കുകയാ. വെള്ളമുള്ള സമൃദ്ധമായ സ്ഥലങ്ങൾ മുഴുവനും പ്രതിയോഗികൾ പിടിച്ചടക്കിയിരിക്കുമ്പോ ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളും ബലഹീനരായ കുറെ സഹാബത്തും മാത്രം ബദറിന്റെ രണാങ്കള അണിനിരന്നു നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് വലതും ഇടതും നോക്കുകയാ. ബഹുമാനപ്പെട്ട പ്രവാചകൻ ആ സ്വഹാബത്തിനെ നോക്കുമ്പോ അൻസാരികളും മുഹാജിരീങ്ങളുമായ പാവപ്പെട്ട സഹാബത്ത്, ഈ സഹാബത്തിനെ കൊണ്ട് റബ്ബേ ഈ സത്യദീനിനെ നീ നിലനിർത്തണമേ എന്ന ദുആ എന്ന ആയുധം മാത്രമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ അവിടെ പ്രയോഗിച്ചത്. ബഹുമാനപ്പെട്ട സ്വഹാബാക്കളെ അല്ലാഹു തആല തലേന്ന് രാത്രി ഉറക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ഒരു മുസല്ല എടുത്ത് വിരിച്ചിട്ട് ആ പാതിര മുഴുവനും നേരം വെളുക്കുവോളം സുബഹിയോളം സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാ. ഉറക്കമില്ല, വിശ്രമമില്ല, നിദ്രാരഹിതനായിക്കൊണ്ട് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ തങ്ങൾ സത്യത്തിന്റെ ദീൻ ലോകത്ത് നിലനിർത്തുന്നതിന് വേണ്ടി പൊട്ടിക്കരഞ്ഞപ്പോ ആരംഭപ്പൂവായ ഹബീബിന്റെ വലം കൈയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളെ പോയി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ ക്ഷമിക്കൂ നബിയേ, ക്ഷമിക്കൂ നബിയേ, ക്ഷമിക്കൂ നബിയേ. അല്ലാഹു അങ്ങേക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനം അല്ലാഹു പാലിക്കും യാ റസൂലല്ലാഹ്. അതുകൊണ്ട് വിശ്രമിക്കൂ യാ റസൂലല്ലാഹ്, അങ്ങൊന്ന് സമാധാനിക്കൂ യാ റസൂലല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് തന്നെ കൊണ്ട് പറഞ്ഞു, നബി തങ്ങളെ ക്ഷമിക്ക്, എന്തിനാ ഇത്ര വെപ്രാളപ്പെടുന്നത്? ആ കരച്ചിലും വെപ്രാളവും ബഹളവും. ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിൽ നാളെ വിജയം, സത്യത്തിന്റെ മാർഗത്തിൽ വിജയം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിച്ച് രാത്രി ബദറിന്റെ 17-ാം രാവിന്റെ അന്ന് പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കുക രാത്രി മുഴുവൻ. നമ്മള് ബിരിയാണി പൊതി മേടിച്ചെന്ന് ഒരുത്തന് ബിരിയാണി പൊതി അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പള്ളിയിലെ സെക്രട്ടറിയെ കുത്തി, അല്ലെങ്കിൽ അത് വെച്ചവനെ കുത്തി, അവനെ അടിച്ച് ഇവനെ അടിച്ച് ആകെ വേള ഉണ്ടാക്കി പള്ളിയിൽ പ്രശ്നമാക്കുക. ഇവിടെ ബദർ, പള്ളിയിൽ ബദർ ബിരിയാണി പൊതിക്ക് വേണ്ടി. നബിതങ്ങൾ പൊട്ടിക്കരയുക, ഈ ഉമ്മത്തിന് ഈ ദീൻ നിലനിർത്തി കിട്ടാൻ വേണ്ടി, ഈ ദീൻ നിലനിന്ന് കിട്ടാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുക. അവർക്ക് വല്ല ആയുധങ്ങളുണ്ടോ? അശ്വാരൂഢന്മാരുണ്ടോ? അത്യാധുനിക ഉപകരണങ്ങളുണ്ടോ? അംഗബാഹുല്യമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലും സഹാബത്തും ബഹുമാനപ്പെട്ട പ്രവാചകനെ അണിനിരന്നിരിക്കുന്നത് പാവപ്പെട്ട മുഹാജിരീങ്ങളും പാവപ്പെട്ട അൻസാരികളുമായ ബലഹീനരായ സഹാബത്ത്. ഒന്നോ രണ്ടോ തുരുമ്പ് പിടിച്ച കുന്തങ്ങൾ, ഒരു 7-8 ഒട്ടകങ്ങൾ, മറ്റുള്ളവർക്ക് 100 അശ്വാരൂഢന്മാർ, 700 ഒട്ടകങ്ങൾ, ആയിരക്കണക്കായ ശത്രു സൈന്യങ്ങൾ എല്ലാവരും വന്ന് അണിനിരന്ന് പാട്ടും ഗാനമേളയും സിനിമാറ്റിക് ഡാൻസും ബ്രേക്ക് ഡാൻസും ഒക്കെ ആടി സന്തോഷിച്ച് മദ്യം വിളമ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയും സഹാബത്തും ഒന്നുമില്ലാതെ അള്ളാഹുവിന്റെ അടുക്കൽ കണ്ണുനീരായിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹയെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. وَلَقَدْ نَصَرَكُمُ اللَّهُ بِبَدْرٍ وَأَنْتُمْ أَذِلَّةٌ
ഫത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. അല്ലാഹു നിങ്ങളെ ബദറിൽ രക്ഷപ്പെടുത്തിയില്ലേ? ബദറിൽ നിങ്ങളെ സഹായിച്ചില്ലേ? ബദറിൽ നിങ്ങൾ നിന്ദ്യരായിരുന്നില്ലേ? അംഗവൈകല്യമുള്ളവരായിരുന്നില്ലേ? അങ്കുലി പരിമിതമായ നിങ്ങളെ അല്ലാഹു ബദറിൽ രക്ഷപ്പെടുത്തിയില്ലേ? ആ രക്ഷപ്പെടുത്തിയതും സഹായിച്ചതിന്റെയും കാരണം നിങ്ങൾ അല്ലാഹയെ ഭയപ്പെട്ടതിന്റെ പേരിലല്ലേ? അല്ലാഹയെ സ്വാധീനിച്ചതിന്റെ പേരിലല്ലേ? അവനോട് സഹായം തേടിയതിന്റെ പേരിലല്ലേ? അല്ലാഹു അവിടെ സഹായിച്ചു. ആയിരക്കണക്കായ ശത്രുക്കളുടെ മുന്നിൽ റബ്ബ് സഹായിച്ചില്ലേ? വേറെ എങ്ങനെ ആരെങ്കിലും മിസൈൽ കൊണ്ടുവന്നോ? അല്ലാഹു തആല ഘട്ടം ഘട്ടമായി മോളിൽ ഇങ്ങനെ മലക്കുകൾ ഇറക്കി സഹായിച്ചുകൊണ്ടേയിരുന്നു. നമുക്ക് ആ സഹായം അല്ലാഹു തരാന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയല്ലേ? പക്ഷെ അത് നേടിയെടുക്കാനും ചോദിക്കാനും നമ്മളെ കൊണ്ട് സമയമില്ലല്ലോ. കാര്യം ഇപ്പൊ നടക്കണം. അതിനു വേണ്ടിയിട്ടാണ്, ഇപ്പൊ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ട ഈ കൂടോത്രവും മന്ത്രവാദവും അതിനൊക്കെ നമ്മൾ പോണത്. പോയിട്ട് പെട്ടെന്ന് കാര്യം ഒരു കാടമുട്ടയ്ക്കകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കാര്യം നടക്കാൻ പറ്റിയ അങ്ങനെ, കോഴിത്തലയ്ക്കകത്ത് നടക്കാൻ പറ്റിയ അങ്ങനെ, പെട്ടെന്ന് നടക്കാൻ. പെണ്ണുങ്ങൾക്ക് ഒട്ടും ക്ഷമയില്ല, സബറില്ല. ഇതിനു വേണ്ടിയിട്ട് പിറകെ ഓടുക, സമയം മുഴുവൻ ഓടുക. ഖുർആൻ പറയും, മുരുകാലയത്തിൽ പോകുമ്പോൾ മുരുകൻ പറയാം, ഒരു ഖുർആൻ മേടിച്ചാൽ പള്ളി കൊണ്ട് കൊടുത്തരാം, അതേപോലെ കൊണ്ടും കൊടുക്കും. താത്ത ഹൈദ് വന്ന താത്തായാലും ജനാബത്ത് വന്ന താത്തായാലും അവിടെ നോക്കാറില്ല, മുരുകൻ പറഞ്ഞതാണ് കൊണ്ട് കൊടുത്തരാം. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ദിവ്യ സന്ദേശങ്ങളാണ്. പടച്ചവന്റെ വാക്കുകളും വചനങ്ങളുമാണ്. അശുദ്ധിയോടുകൂടി അതിനെ നീ തുടരുത്, സ്പർശിക്കരുത്. അത് ഓതുമ്പോഴും അത് പ്രചരിപ്പിക്കുമ്പോഴും അത് പ്രബോധനം ചെയ്യുമ്പോഴും നീ മര്യാദ പാലിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്ന് സ്വീകരിക്കാറുണ്ടോ? അതിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയല്ലേ? ടിവിയുടെ മുകളിൽ കൊണ്ട് വെച്ചിരിക്കുകയല്ലേ? ആരെങ്കിലും അതൊന്ന് തുറന്നു നോക്കാറുണ്ടോ? എല്ലാ മുസീബത്തുകളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ പ്രശ്നങ്ങളും, കുടുംബത്തിലെ സകലമാന ദുഃഖങ്ങളും ദുരിതങ്ങളും പറന്നു പോകും. പിശാചിന്റെയും ചെകുത്താന്റെയും ചാത്തന്റെയും ചാമുണ്ടിയുടെയും എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകും ഏതൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ. നബിയുനാ റസൂലുള്ളാഹി ഒരു വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ചാത്തൻ സേവയുണ്ടെങ്കിൽ പറന്നു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ശൈത്താൻ അവിടെ കയറൂല, പിശാച് അവിടെ വരൂല. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ ഹബീബായ തങ്ങളുടെ നാവിൽ നിന്ന് വീണ മുത്തുമൊഴിയാണിത്. വിശ്വസിച്ചുകൂടെ നമുക്ക്? ആരൊരാളൊരു വീട്ടിൽ സൂറത്തുൽ ബഖറ ഓതുന്നുവോ ആ വീട്ടിൽ ശൈത്താൻ ഉണ്ടാവൂല. പക്ഷെ 2.5 ജുസു അത്തിരി പാടാ. ഓതുവോ? 2.5 ജുസു രാവിലെ ഇരുന്ന് അങ്ങോട്ട് ഓതണം. 1 മണിക്കൂർ മതി. കുട്ടികളെ ഏൽപ്പിട്ട് എവിടാ സുബഹി നിസ്കരിക്കാൻ സമയമല്ല, പിന്നല്ലേ ഇവിടെ രാവിലെ ഓതാൻ പോണത്. രാവിലെ ഇരുന്ന് ഓത്. ശൈത്താൻ ഓടും. അവിടെ നാഗവല്ലിയും വരൂല, അവിടെ ചാമുണ്ടിയും വരൂല, അവിടെ ചങ്ങലമാടനും വരൂല, അവിടെ ഒരു ശൈത്താനും വരൂല. നബി തങ്ങളുടെ വാക്കാണിത്, ഹബീബായ തങ്ങളുടെ മുത്തായ വാക്കാണിത്. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? പ്രയാസപ്പെടുന്നുണ്ടോ? ദാരിദ്ര്യം കൊണ്ട് പട്ടിണിയിലാണോ? സാമ്പത്തികമായിട്ട് നിങ്ങൾ പിന്നോക്കമാണോ? സാമ്പത്തികമായി നിങ്ങൾക്ക് പ്രശ്നങ്ങളാണോ? സാമ്പത്തിക മാന്ദ്യം നിങ്ങളെ പിടികൂടിയിട്ടുണ്ടോ? ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എല്ലാ ദിവസവും നിങ്ങൾ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യും, അല്ലാഹു സാമ്പത്തിക മാന്ദ്യം എടുത്തു കളയും. മഗ്രിബിന്റെ ഇശാഇന്റെയും ഇടയ്ക്ക് നിങ്ങൾ ഈ സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ ആ വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല, പട്ടിണി ഉണ്ടാവുകയില്ല എന്ന് ഹബീബുനാ തങ്ങൾ നമ്മളെ പഠിപ്പിക്കുമ്പോ ആ സമയത്ത് നമ്മൾ ഉളവെടുത്തുകൊണ്ട് അതോടുകൂടി കിബിലയ്ക്ക് നേരെ TV എടുത്തു വെച്ചിട്ട് അതിന്റെ മുന്നിരുന്ന് സീരിയൽ കാണാൻ ഈ സഹോദരി സമുദായം തയ്യാറായത് കൊണ്ടാണ് ഈ ഉമ്മത്ത് പ്രയാസം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ അള്ളാഹുവിന്റെ ചോദിച്ചിട്ട് ഉടനെ ഉത്തരം കിട്ടാത്തത്. അതിന് അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. TV കണ്ടോണ്ടിരിക്കുമ്പോൾ സ്വിച്ച് ഇടാൻ പോയപ്പോൾ കറണ്ട് അടിച്ചു, അത്യാഹിത വാർഡിൽ കിടക്കുന്നു, TV എല്ലാം അടിച്ചു പൊട്ടിച്ചിട്ട് താത്ത പോയി ദുആയോടെ ദുആ. അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ ദുആ ഇപ്പൊ അള്ളാഹ്ക്ക് വേണ്ട. അതിന് മുമ്പ് അവിടെ പോയി ദുആ ചെയ്യാൻ
കൊച്ചി TV ഓണാക്കിയപ്പോ കറണ്ടടിച്ചു, ദാ കിടക്കുന്നു, പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടിട്ടു. ദുആയോടെ ദുആ. ഉസ്താദിന് ഒരു കത്തെടി, ഉസ്താദ് ദുആ എന്റെ മോൾ ആശുപത്രി കിടക്കാം. പറയാൻ പറ്റൂല, കറണ്ടടിച്ചെന്നവരുള്ളൂ. TV ഓണാക്കാൻ നേരത്ത് കറണ്ടടിച്ചെന്ന് ഉസ്താദിനെ പറയാൻ പറ്റുമോ? ബഹുമാനമുള്ള സഹോദരൻ മനസ്സിലാക്കണം, വിവാഹപ്രായമെത്തിയ സഹോദരിമാർക്ക് വിവാഹം നടക്കാതെ വന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സൂറത്തുർ റഹ്മാൻ, അത് പുതുമണവാളനെന്നും പുതുമണവാട്ടി എന്നും പഠിപ്പിച്ചു തന്നിരിക്കുന്ന സൂറത്തുർ റഹ്മാൻ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും. നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സൂറത്തുർ റഹ്മാൻ. ആരോതുന്നു? എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിനെ സ്വാധീനിക്കാത്തതാണ് നമുക്ക് വന്ന എല്ലാത്തിന്റെയും പ്രശ്നം, സകലമാന പ്രശ്നം. എല്ലാ വിഷയത്തിനും പരിഹാരം, എല്ലാ വിഷയത്തിനും പരിഹാരം ഖുർആൻ. ഇന്ന് ഖുർആൻ ഒരു നേർച്ച വസ്തുവായി വെക്കുന്നതല്ലാതെ അത് പാരായണം ചെയ്യാറില്ല. ഇന്ന് ഞാനടക്കം. അല്ലാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ. നിർബന്ധമായി നമ്മുടെ മക്കളെ കൊണ്ട് വൈകിട്ട് അത് ഓതിപ്പിക്കണം, നമ്മുടെ വീട്ടിൽ അത് പാരായണം ചെയ്യിപ്പിക്കണം. മഗ്‌രിബ് നമസ്കാരം നല്ല സമയം, ആ നമസ്കാരം കഴിഞ്ഞിട്ട് സഹോദരിമാർ ഓതട്ടെ. എത്ര സഹോദരിമാർ ഖുർആൻ പാരായണം ചെയ്യുന്നവരുണ്ട്? ആരോ ജുസ് വെച്ച് ഓതിയാൽ മതി ഒരു ദിവസം. 2 മാസം കൊണ്ടെങ്കിലും ഒരു ഖത്തം തീർക്കാൻ കഴിയും. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ എത്രയായി? ആ പെൺകുട്ടിയോടൊന്ന് ചോദിച്ചു നോക്ക്, നിന്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ഖുർആൻ നീ പൂർണ്ണമായി ഓതിയിട്ടുണ്ടോ? പൂർണ്ണമായി ഓതിയിട്ടുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടി നമ്മൾ ഓതിവൈ, ഖബറിൽ അത് വരും. നമുക്ക് വേണ്ടി നമ്മൾ നേരത്തെ ഓതിവൈ, അത് ഖബറിൽ അല്ലാഹു കൊണ്ടെത്തിച്ചു തരും. അതിന് ആര് തയ്യാറല്ല ഓതാൻ? ആര് 50 വയസ്സും 60 വയസ്സുമാരെ ഉപ്പപ്പായോട് ചോദിച്ചു നോക്ക്, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ? അറിയില്ല. ആ ഖുർആൻ എടുത്തു വെച്ച് ബാങ്കിന്റെ ഇഖാമത്തിന്റെ സമയത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് പള്ളിയിൽ പോയിരുന്നിട്ട് പരിശുദ്ധ ഖുർആൻ എടുത്തു വെച്ചിട്ട് തുറന്നു നോക്കിയിട്ട് പൊട്ടിക്കറ, യാ അല്ലാഹ് നിന്റെ കലാമാണിത്, ഇത് ഓതാൻ എനിക്ക് ആഗ്രഹമുണ്ട്, ആവേശമുണ്ട്. പടച്ച തമ്പുരാനെ എനിക്കത് അറിയില്ലല്ലോ അല്ലാഹുവേ, നീ പഠിപ്പിച്ചതാ പടച്ചവനെ, ഖേദപ്രകടനം നടത്ത്, എനിക്കറിയില്ല എന്ന് പറയല്ലേ. 60 വയസ്സും 70 വയസ്സുമാരെ സഹോദരൻ പറയരുത്, നാണക്കേടാണ്. നിന്റെ കാറ്റലോഗാണ്, നിന്റെ ഭരണഘടന പടച്ച തമ്പുരാൻ നിനക്ക് എഴുതി തന്ന, നിനക്ക് വേണ്ടി തന്ന ഒരു വറാസത്ത്, അനന്തര സ്വത്താണിത് ഖുർആൻ. ഇത് പഠിക്കാനും ഓതാനും നമ്മളിത് തയ്യാറല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏറ്റെടുക്കുന്ന നൂറുകണക്കിന് പ്രശ്നങ്ങൾ മുഴുവനും ഈ ഖുർആനിനെ നമ്മൾ വെടിഞ്ഞുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. യാതൊരു സംശയവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കിയതുപോലെ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബാക്കളുടെ അനുഭവത്തിന്റെ പേരിൽ ആയിരക്കണക്കായ ശത്രുപാളയത്തിൽ അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി സഹായിച്ചു. അല്ലാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ. ഓതാൻ തൗഫീഖ് നൽകട്ടെ. കൂടോത്രം ചെയ്തെന്ന് പേടിക്കുന്നുണ്ടോ? സൂറത്തുൽ ഫാത്തിഹ ഓത്, സൂറത്തുൽ ഇഖ്ലാസ് ഓത്, സൂറത്തുൽ ഫലഖ് ഓത്, സൂറത്തുൽ നാസ് ഓത് ദിവസവും ഓദിക്കോ. ആരെന്ത് ഏത് മുട്ടക്കകത്ത് ചെയ്താലും കേൾക്കൂല. ആ ഒരു വിശ്വാസം നമുക്ക് വേണം. സൂറത്തുൽ ഫാത്തിഹ ഓദിക്കോ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൻ നാസ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. തടവ് ശരീരം മൊത്തം. രാത്രി കിടക്കാൻ നേരത്ത് ഒളിവെടുത്തിട്ട് ഓതിയിട്ട് കിട, ഒരു ഷർറും ഇങ്ങോട്ട് വരൂല. നമസ്കാരത്തിന് ശേഷം ഇത് ഓത്. നമസ്കാരത്തിന് ശേഷം ഫർള് നമസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം വീതം നീ ഇത് പാരായണം ചെയ്യ്, ഒരു ഷർറും ഇങ്ങോട്ട് വരൂല. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ വഹുവ യതവല്ലസ്സാലിഹീൻ. അല്ലാഹു രക്ഷകനാണ്, സ്വാലിഹീങ്ങളുടെ രക്ഷകനാണ്. ഏത് രക്ഷകനാണ്? നസ്സലൽ കിതാബ്, അവനാണ് ഈ ഗ്രന്ഥം ഇറക്കിയവൻ. സ്വാലിഹീങ്ങളുടെ പരിപൂർണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പൂർണ്ണമായ സംരക്ഷണം നൽകാമെന്നും അല്ലാഹു തആല പറഞ്ഞിരിക്കുകയാണ്. ഈ ആയത്തിന്റെ സബബുൻ നുസൂൽ, ഈ ആയത്തിറങ്ങിയതിന്റെ പശ്ചാത്തലം തന്നെ പരിശോധിച്ച് നമുക്കറിയാം. മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ദേവതയെങ്ങാണെന്ന് കുറ്റം പറഞ്ഞാൽ ആ ദേവത വലിയ തീയുടെ രൂപത്തിൽ വന്ന് നിന്നെ കരിച്ചു കളയും മുഹമ്മദ് എന്ന് പറഞ്ഞു, പേടിപ്പിച്ചു കളഞ്ഞു. നീ അങ്ങനെ നിന്ന് കുറ്റം പറഞ്ഞു നോക്ക്, എന്നെ അയാൾ പറപ്പിക്കും മുട്ടയ്ക്കകത്ത് വെച്ച്. ഇങ്ങനെ പറയുമ്പോൾ നമ്മളങ്ങ് പേടിച്ചു പോകും. ഈ മുശ്രിക്കുകൾ ഈ വാക്ക് പറഞ്ഞപ്പോ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹ് ഉടനെ ആയത്തിറക്കിയിട്ട് പറഞ്ഞു, അള്ളാഹു സ്വാലിഹീങ്ങളുടെ സംരക്ഷകനാണ്, അള്ളാഹു സ്വാലിഹീങ്ങളുടെ സംരക്ഷകനാണ്, നിങ്ങൾ പേടിക്കണ്ട. ആ യഖീൻ നമുക്ക് വേണം. അള്ളാഹല്ലേ നമ്മുടെ സംരക്ഷകൻ, നമ്മളെന്തിനാ പേടിക്കുന്നത്? ഇന്നമാ വലിയകുമുല്ലാഹു വറസൂലുഹു
നിങ്ങളുടെ സംരക്ഷകനാണെന്നുള്ള പറഞ്ഞിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്തിനു വിഷമിക്കണം, പ്രയാസപ്പെടണം? അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ നമ്മൾ സ്വാധീനിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, അല്ലാഹു നമ്മളെ സഹായിക്കും. ഇൻ തസ്ബിറൂ വതത്തഖൂ ലാ യളറുകും കൈദുഹും ശൈആ. നിങ്ങൾ ഭയഭക്തിയോടുകൂടി, തികഞ്ഞ മതബോധത്തോടുകൂടി, ക്ഷമാവലംബിച്ചുകൊണ്ട് റബ്ബിനെ സ്വാധീനിക്കാൻ തയ്യാറായാൽ ഏത് ബദ്ധവൈരികൾ ചെയ്യുന്ന കുതന്ത്രങ്ങളും നിങ്ങളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കുകയില്ല. മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ചിടത്തോളം വളരെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു. മുസ്ലിം ഉമ്മത്തിനെ അപേക്ഷിച്ച് ലോകത്തിന്റെ ചരിത്രത്തിൽ, ലോകത്തിന്റെ മാപ്പിൽ മുസ്ലിമീങ്ങളാണ് ഇന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ പേര്. അള്ളാഹു പറയുന്നു, തീർച്ച, നിശ്ചയം, നിർബന്ധമായും, നിസ്സംശയം ഈ വിശ്വാസികളെ നിങ്ങൾ സാമ്പത്തികമായി പരീക്ഷിക്കപ്പെടും, ശാരീരികമായി പരീക്ഷിക്കപ്പെടും, സന്താനപരമായി പരീക്ഷിക്കപ്പെടും. ജൂതനസ്രാണികളിൽ നിന്ന് നിങ്ങൾ ധാരാളം അനാവശ്യങ്ങൾ കേൾക്കേണ്ടി വരും. ബഹുദൈവ ആരാധകരിൽ നിന്ന് അസഹ്യതകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. നടക്കുന്നില്ല അതൊക്കെ. എന്തൊക്കെയാതൊന്നും ഞാൻ പറയുന്നില്ല. ഹബീബായ തങ്ങളെ തന്നെ ഡെൻമാർക്കിൽ നിന്ന് വൃത്തികെട്ടവർ ഹബീബായ തങ്ങളെ നിന്ദിച്ചു. ലോകത്തിന്റെ മുന്നിൽ ലോകത്തിന്റെ നായകൻ, ലോകത്തിന്റെ പ്രവാചകനെ നിന്ദിച്ചു. അത് മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ വേദനയായിരുന്നു. ഇതൊക്കെ ആരുടെ ഭാഗത്തുനിന്ന് വന്നതാണ്? ആരുടെ ഭാഗത്തുനിന്ന് വന്നതാണ്? നമ്മുടെ നാട്ടിൽ പോലും വരെ എത്തി ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥ. ഭൗതിക പ്രബുദ്ധതയുള്ള കൊച്ചു കേരളത്തിലെ, സാംസ്കാരിക ബോധമുള്ള കൊച്ചു കേരളത്തിൽ നിന്ന് പോലും ലോകത്തിന്റെ നാടിപിടിപ്പായ ഹബീബായ തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരവസ്ഥാവിശേഷം വരെ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടായെങ്കിൽ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ പറഞ്ഞു, വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. ബഹുദൈവാരാധകർ ധാരാളം അസഹ്യതകൾ ഏൽക്കേണ്ടി വരും. ജൂതനസ്രാണികളിൽ നിന്നും നിങ്ങൾ ധാരാളം മോശത്തരങ്ങൾ കേൾക്കേണ്ടി വരും. ഈ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. ക്ഷമിച്ചുകൊണ്ടും അള്ളാഹുവിനെ സ്വാധീനിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിനെ കരസ്ഥമാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അതാണ് സുദൃഢമായ കാര്യങ്ങളിൽ പെട്ടതെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ തഖ്വ ഉള്ളവരായി മാറിയാൽ ഒന്നാമത് അല്ലാഹു നമുക്ക് തരുന്നത് ശത്രുപാളയത്തിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം. ഒന്ന്, നമ്പർ 1 പോയിന്റ്. 2, സകലമാന പ്രശ്നത്തിനും പരിഹാരം. നമ്മൾ പ്രശ്നപരിഹാരത്തിനാണല്ലോ നമ്മൾ കണ്ട സിർക്കിലേക്കും കുഫറിലേക്കൊക്കെ പോണത്. പ്രശ്നപരിഹാരത്തിന്, ഈ സകല പ്രശ്നത്തിനും പരിഹാരം തരാമെന്ന് അല്ലാഹു പറയുന്നു. ومن يتق الله يجعل له مخرجا إن تتقوا الله يجعل لكم فرقانا ومن يتق الله يجعل له من أمره يسرا. സകല പ്രശ്നത്തിനും സകലമാന ആവലാദികൾക്കും വേവലാദികൾക്കും അള്ളാഹു പരിഹാരം തരാമെന്ന് പറയുന്നു. പക്ഷെ ഒരേ ഒരു ഉപാധി, തഖ്വ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? തഖ്വ, പേടി, അള്ളാഹെ പേടി, അള്ളാഹെ ഭയപ്പെടണം, സൂക്ഷിക്കണം, അള്ളാഹെ സൂക്ഷിക്കണം. അള്ളാഹെ സൂക്ഷിക്കുമ്പോ അള്ളാഹ് പറയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. നിങ്ങളുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, കടങ്ങൾ, നിങ്ങൾ ഏതൊരു വിഷയവുമായി കഷ്ടപ്പെട്ട് വേദനിച്ചു കൊണ്ടിരിക്കുന്നു, ആ പ്രയാസത്തിന് പരിപൂർണമായ പോംവഴി അള്ളാഹു നിശ്ചയിച്ചു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കുന്നു. അള്ളാഹു സ്വീകരിക്കുന്ന ഡിമാൻഡ് ഒരേ ഒരു ഡിമാൻഡ്, നിങ്ങൾ അള്ളാഹയെ ഭയപ്പെടണം, നിങ്ങൾ അള്ളാഹയെ ഭയപ്പെടണം. ومن يتق الله يجعل له مخرجا. ആരാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ അവരുടെ സകലമായ പ്രശ്നത്തിനും പരിഹാരമായി ഒരു പോംവഴിയെ അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുമത്രേ. വയർസുഖുഹു
അവൻ അറിയാത്ത ഭാഗത്തുകൂടി അല്ലാഹു അവന് വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കുമത്രേ. അവൻ അറിയാത്ത രീതിയിൽ അല്ലാഹു റിസ്ക് കൊടുക്കും. അറിയാത്ത രീതിയിൽ അവനൊരു ചെറിയ തുക കൊണ്ടൊരു കച്ചവടം ചെയ്താൽ അല്ലാഹു അതിൽ വലിയ ലാഭം നൽകും. കൊള്ളപ്പലിശയ്ക്ക് വലിയ തുക എടുത്ത് കച്ചവടം ചെയ്താൽ അല്ലാഹു നഷ്ടത്തിലെത്തിക്കും. നമ്മൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നല്ലപോലെ ഗൗരവത്തോടെ കേൾക്കണം കേട്ടോ. കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. അല്ലാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ നിങ്ങളെ പഠിപ്പിക്കല്ല, ഞാനും കൂടെ നന്നാവാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറയുന്ന ആള് നല്ല ആള്, നിങ്ങൾ മോശക്കാരോ എന്നുള്ള നിയത്തിലല്ല. ഞാൻ അടക്കം ഖുർആൻ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അല്ലാഹു നമ്മളെല്ലാം നന്നാക്കുമാറാകട്ടെ. ആമീനൊക്കെ ഉറക്കെ പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. ആരും അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും പോവില്ല. നമ്മൾ ചെയ്യുന്ന ദുആയും നമ്മുടെ പ്രവർത്തനങ്ങളും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിന്റെ കാരണം എന്താ? ഞാൻ ഈ നിസ്കരിച്ചിട്ട് ശരിയാവുന്നില്ല ഉസ്താദ്, ഒരുപാട് നിസ്കരിച്ച് മനസ്സിനൊരു റാഹത്ത് കിട്ടുന്നില്ല. ദുആ ചെയ്ത് കൈയെല്ലാം ഒടിഞ്ഞ് എത്ര നാൾ കൊണ്ട് നമ്മൾ എന്തെങ്കിലും വിഷയം പറയുമ്പോൾ ദുആരക്കപ്പാ ദുആ ചെയ്യും. 3 വർഷമായിട്ട് ദുആ ചെയ്തിട്ട് എൻ്റെ കടം മാറുന്നില്ല. 3 വർഷമായിട്ട് ദുആ ചെയ്ത് എൻ്റെ വാപ്പാടെ അസുഖം മാറുന്നില്ല. 3 വർഷമായിട്ട് ദുആ ചെയ്ത് എൻ്റെ മോളെ കെട്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി എന്തോ ദുആയ. കല്യാണം കഴിഞ്ഞ വർഷം ഇത്രയായി, ഒരു കുഞ്ഞിനെ പോലെ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ ദുആ എല്ലാ വൈലാക്കന്മാരും പറയും ദുആ ചെയ്ത് ഇവിടെ എടുത്ത ഇത് കൈയുടെ എല്ലും ഡിസ്കും എല്ലാം ഉറഞ്ഞ് തേഞ്ഞു പോയി. വേറെ ജോലിയൊന്നും ഇല്ലയോ? സ്വാഭാവികമായി പറഞ്ഞു പോകും അല്ലേ? ഒരിക്കലുമില്ല. വല്ലാഹി സത്യം, ആര് ദുആ ചെയ്താലും ആ ദുആ അല്ലാഹു സ്വീകരിക്കും. പിന്നെ സ്വീകരിക്കാതെ വരുമ്പോൾ എന്താ എന്റെ പ്രശ്നം? ഒരാൾ ഒരു ഡോക്ടറിന്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹത്തിന് ഹാർട്ടിന് അസുഖമാണ്. ഡോക്ടർ പറയുന്നു ഇറച്ചി കഴിക്കരുത്, അതല്ലെങ്കിൽ ഇന്ന കൊഴുപ്പുള്ള വസ്തുക്കൾ കഴിക്കരുത്, അതൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു വിടുന്നു. മരുന്നൊക്കെ കൊടുത്തിട്ട് ശരി 2-3 ദിവസമൊക്കെ നോക്കി. 3-ാമത്തെ ദിവസം വീട്ടിൽ ഇത്തിരി മട്ടൻ വാങ്ങിയപ്പോൾ നല്ല അതിനൊക്കെ ഒന്ന് ശുഷ്കി അടിച്ചൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എൻ്റെ മണമൊക്കെ കേട്ടപ്പോൾ മൂപ്പിലാൻ ഇരിക്കാൻ കഴിയുന്നില്ല. നല്ല സൂപ്പർ. എൻ്റെ ആ നെയ്യൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കണ്ടപ്പോൾ പെണ്ണുമ്പിള്ള ഒരു തരത്തിൽ കൊടുക്കല്ലേ സാറാ, നമ്മൾ എത്ര വർഷം ഒരുമിച്ച് ജീവിച്ച, നീ തരാതെ പിന്നെ ആര് തരാനാ? പണ്ട് ഹവ്വാ ബീവി ആദം നബിയെ സോപ്പിട്ടതുപോലെ സ്വർഗത്തിൽ വെച്ച് കടിച്ച പഴം കൊടുത്തിട്ട് പറഞ്ഞു തിന്ന് മനുഷ്യ തിന്ന്. അപ്പോ ഇത് തിന്നരുതെന്ന് അള്ളാഹ് പറയുന്നത് നീ കേട്ടില്ലേ? അതല്ലേ നിങ്ങൾക്കുള്ളൊരു സ്വഭാവമാണല്ലോ, ഞാൻ കടിച്ചത് കൊണ്ടല്ലേ നിങ്ങൾ തിന്നാത്തത്. അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പിലാൻ വലിയ വിഷമായി പോയി. ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്ന അതൃപ്തിയായി പോയല്ലോ അവൾക്ക്. ശരി ഞാൻ കടിച്ച് അപ്പഴേ ഓർഡർ വന്ന് വിട്ടോളാൻ പറഞ്ഞു, വണ്ടി വിട്ടോളാൻ പറഞ്ഞു രണ്ടുപേരും കൂടെ. അപ്പൊ എന്നതുപോലെ ഈ ഭർത്താവ് ഇങ്ങനെ ഇരുന്നിട്ട് ഇറച്ചിയുടെ കാര്യയുടെ മണമൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഒന്ന് സ്വസ്ഥമായിട്ടൊക്കെ ഇരുന്ന് നോക്കിയപ്പോ അവസാനം പെതുക്കെ 2 പീസ് തിന്ന് എന്തായാലും മരിക്കും, നീ ഇങ്ങോട്ടെട്. അപ്പൊ അത് തിന്ന പാടെ അപ്പോഴാളവിടെ ഉരുണ്ട് വീഴും. പെട്ടെന്ന് കൊണ്ടുപോയി ഡോക്ടറെ തന്നെ കാണിക്കുന്നു. പരിശോധിച്ച് നോക്കുമ്പോ കൊളസ്ട്രോൾ കൂടി, പ്രശ്നമായി. ഡോക്ടർ എന്തെങ്കിലും കഴിച്ചോ? അത് 2 പീസ് മട്ടന്റെ പീസ് തിന്ന് സാറേ. എന്താ തിന്നരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ തിന്നാൻ പാടില്ല. കൊളസ്ട്രോൾ മാറാൻ വേണ്ടി ദ്വാരക്കും ഇപ്പുറത്ത് മട്ടൻ ചാപ്സ് തിന്നുകൊണ്ടിരിക്കും. അല്ല, കൊളസ്ട്രോൾ മാറാൻ വേണ്ടി മരുന്ന് കഴിക്കും, ഇപ്പുറത്ത് മട്ടൻ ചാപ്സ് തിന്നുകൊണ്ടിരിക്കും. കൊളസ്ട്രോൾ പറയുമോ? ഷുഗർ മാറാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കും, ഇപ്പുറത്ത് മധുര വെട്ടിങ്ങനെ അടിച്ച് വീക്കിക്കൊണ്ടിരിക്കും. എങ്ങനെ അത് പരിഹാരം കാണുക? അപ്പൊ നമ്മുടെ രോഗം മാറാത്തതില് നമ്മുടെ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഇത് മാറാത്തത്. അതിന്റെ പിന്നിൽ അതാണല്ലോ. മഞ്ഞപ്പിത്തം പിടിച്ചവന് ഡോക്ടർ പഥ്യം നൽകിയിട്ട് പറയുന്നതൊക്കെ സൂക്ഷിക്കണമെന്ന്. വീട്ടിൽ വന്നിട്ട് ആ ഒപ്പിട്ടത് മുഴുവൻ തിന്നിട്ട് പിന്നെ മഞ്ഞപ്പിത്തം കൂടിയാൽ ഡോക്ടറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ എന്തോ പ്രശ്നം. അപ്പൊ നമ്മൾ ചെയ്യുന്നത് സ്വീകരിക്കാതെ വരുമ്പോ നമ്മൾ ആരെയും കുറ്റം പറയണ്ട, നമ്മൾ തന്നെ ഒന്ന് അല്പസമയം ഇരുന്നിട്ടൊന്ന് പരിശോധിക്കണം, എന്താണ് ഈ ദുആ സ്വീകരിക്കാത്തത്. ഒരു ഹദീസ് പറഞ്ഞു കേൾപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖുൽതു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഉദ്ഉല്ലാഹ ലീ അയ്യജഅലനി മുസ്തജാബ ദഅവ. നബിയേ, എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതിന് വേണ്ടി അങ്ങ് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്യണേ നബിയേ.
നമ്മൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യൂലേ, അയാളെ കണ്ട ഒന്ന് ദുആ ചെയ്യണേ ഉസ്താദ് ദുആ ഇറക്കണം നമ്മൾ പറയും എന്താ ശരി ഞാൻ ദുആ ഇറന്നേക്കാം. പലിശക്കാരനായിരിക്കും വന്ന് ഉസ്താദോട് ദുആ ഇറക്കാൻ പറയണ, ശരി അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ, ഉസ്താദ് കച്ചവടത്തിൽ വർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നല്ല വർക്കത്ത് തരട്ടെ. അതല്ല ഇപ്പൊ നമ്മള് ചെറിയ പലിശ കൊള്ളപ്പലിശ വായിക്കാൻ തോന്നിക്കട്ടെ, നല്ല വർക്കത്ത് കിട്ടട്ടെ, ദുആ ഇറക്കട്ടെ. അബ്കാരി കോൺട്രാക്ടർ വന്ന് ദുആ ഇറക്കും, 500 രൂപ കൊടുത്തു ഉസ്താദ് അൽഹംദുലില്ലാഹ് അള്ളാഹുടെ കച്ചവടത്തിൽ വലിയ വർക്കത്ത് ചെയ്യട്ടെ, ആ ദുആടെ വർക്കത്തുണ്ട് വലിയ ബാറ് കെട്ടും. ഇങ്ങനെ അതിന്റെ സമ്മാനമായിട്ട് ഉസ്താദ് കച്ചവടത്തിൽ വലിയ വർക്കത്ത് കിട്ടി അൽഹംദുലില്ലാഹ് എന്നാ 1000 രൂപ ഇരിക്കട്ടെ, ഒന്നുകൂടെ ദുആ ഇറക്കണേ. അപ്പോഴാ ചോദിക്കുക എന്താ സംഭവം, കച്ചവടം എന്താ? അപ്പോഴാണ് പ്രശ്നങ്ങള്. ഒരാൾ വന്ന് നമ്മുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താ ബിസിനസ്. എന്തെങ്കിലും വിവരമില്ലാത്ത അറിവില്ലാത്ത ആൾ എന്തെങ്കിലുമൊക്കെ ഹറാമുമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്, ആക്ഷേപിക്കാതെ അധിക്ഷേപിക്കാതെ രഹസ്യമായിട്ട് പറഞ്ഞ് അദ്ദേഹത്തിന് നോവൽ വേദന ഉണ്ടാകാതെ അദ്ദേഹത്തെ അതിൽ നിന്ന് നമ്മൾ പിന്തിരിപ്പിക്കണം. അല്ലാതെ പലിശക്കാരനാന്ന് അറിഞ്ഞിട്ട് അങ്ങേരുടെ പൈസ മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് പോയി നിസ്കരിപ്പിക്കുക എന്ന നിസ്കാരം ശരിയാവൂല. അറിഞ്ഞിട്ട് അത് കാശ് 500 തലയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. അവന്റെ വീട്ടിൽ പോവുക തന്നെ ചെയ്യരുത്. കള്ള് കച്ചവടം ചെയ്തിട്ട് കിട്ടുന്ന കാശാന്ന് അറിഞ്ഞിട്ട് നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ അറിഞ്ഞുകൊണ്ട് പോയിട്ട് നമ്മൾ അയാളെ പൈസ മേടിച്ച് പോക്കറ്റ് വെച്ചിട്ട് നിസ്കരിച്ച നിസ്കാരം അങ്ങനെ ശരിയാവും. അറിഞ്ഞിട്ട് അറിയാതെ ആകുമ്പോൾ നമ്മൾ അള്ളാഹു എല്ലാം പുറത്തിറട്ടെ. അറിഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒഴിവാക്കണം. 1000 കോടികൾ ലക്ഷങ്ങൾ തന്നാലും ഹറാം. എന്താ കേട്ടോ, അതാണ് ഹദീസ് ഞാൻ ഓതുന്നത്. എന്താ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? എന്റെ ദുആ സ്വീകരിക്കാൻ അങ്ങ് അല്ലാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം നബിയെ, എന്റെ ദുആ സ്വീകരിക്കാൻ. നമ്മൾ അന്നേ പറയും ശരി ഞാൻ ദുആ ഇറന്നേക്കാം നിങ്ങൾ പൊയ്ക്കോന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഡിമാൻഡ് ദുആ സ്വീകരിക്കാൻ ആരംഭപ്പോവായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞ ഡിമാൻഡ് ഒരേ ഒരു ഡിമാൻഡ്. ആ ഡിമാൻഡ് സ്വീകരിച്ചാൽ ഈ അബൂബക്കറിന്റെയും ഈ സഹോദരങ്ങളുടെയും ദുആയും അല്ലാഹു സ്വീകരിക്കുമത്രേ. യാ അനസു, ഹബീബായ തങ്ങൾ പറഞ്ഞു അത്രേ, യാ അനസു, ഓ അനസേ, അതിബ് കസ്ബക്, നിന്റെ സമ്പാദ്യം ഹലാലാക്കിക്കോ. തുജബ് ദഅവതുക്, ഓട്ടോമാറ്റിക്കായി നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. അപ്പൊ നമ്മുടെ ദുആ സ്വീകരിക്കാതെ വരുമ്പോ ഓർക്കണം, SBT ഫുലൂസ് എടുത്തിട്ടാ കച്ചവടം ചെയ്യുന്നത്. ദിവസം തോറും അടച്ചോണ്ടിരിക്കുന്നു, മാസം തോറും അടച്ചോണ്ടിരിക്കുന്നു. MIT ഉണ്ട്, എടുത്തത് CC ഇട്ട വണ്ടിയാണ്, അതിനകത്താണ് ഈ മീൻ കച്ചവടത്തിന് പോകുന്നത്, അടച്ചോണ്ടിരിക്കുന്നു. ഓട്ടോറിക്ഷ ഓടിച്ച് കൃത്യസമയത്ത് പള്ളിയിൽ ജമാഅത്തിൽ നിസ്കരിക്കുന്നു, പക്ഷേ ബർക്കത്ത് കിട്ടുന്നില്ല. എന്താ കാരണം? 50,000 അടച്ചു, ബാക്കി CC ആണ്, അതിന്റെ പുറത്തിരുന്നാണ് ഞാൻ ഈ കാശുണ്ടാക്കുന്നത്. വീട്ടിലിരുന്ന് ദുആ ചെയ്യുന്നു, വീട്ടുകാർക്കും പെണ്ണുങ്ങളും ചെയ്യുന്ന ദുആ ഒന്നും അല്ലാഹു സ്വീകരിക്കുന്നില്ല. എന്താണ്? 5 ലക്ഷത്തിന്റെ വീട് വെച്ചു, 2 ലക്ഷം സൊസൈറ്റിയിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അടിവാരം ബേസ്മെന്റ് കിട്ടിയത്. 3 ലക്ഷം നാട്ടുകാരോ അല്ലെങ്കിൽ സ്വന്തക്കാരോ തന്ന് സഹായിച്ചു. പക്ഷെ വീട് നിൽക്കുന്നത് പലിശയുടെ മുകളില. അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എത്ര ദുആ ചെയ്താലും ആ ദുആ സ്വീകരിക്കൂല. വിഷയം അതേ ഉള്ള വിഷയം. നിങ്ങൾ വിചാരിക്കും തങ്ങൾ ചെയ്താലേ ദുആ സ്വീകരിക്കുള്ളൂ, ഔലിയ ചെയ്താലേ ദുആ സ്വീകരിക്കുള്ളൂ, ശൈഖുന ഖുതുബുൽ അഖ്താബ് ഒക്കെ ചെയ്താലേ ദുആ സ്വീകരിക്കുള്ളൂ, നമ്മളൊന്നും ചെയ്താൽ ദുആ സ്വീകരിക്കൂല. അത് നമ്മുടെ ഒരു ധാരണ ഇല്ല, അങ്ങനെ ഒരു ധാരണയില്ല. അല്ലാഹു എല്ലാവരുടെ ദുആ സ്വീകരിക്കും. പക്ഷേ ഇവിടെയാണ് വിഷയം. മഹാന്മാർ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ അവർ ഹറാമുമായിട്ട് ബന്ധമില്ലാതെ കഴിയുന്നത് കൊണ്ട് അവരുടെ ദുആ അല്ലാഹു സ്വീകരിക്കും. നമ്മൾ അതുമായിട്ട് ബന്ധമുള്ളവർ അവരുടെ പോയി ദുആറെന്ന് പറഞ്ഞാൽ അവര് ദുആ ചെയ്യും, പക്ഷെ അതിന്റെ എഫക്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ആ തങ്ങൾ മോശക്കാരൻ, ആ ഔലിയ ശരിയല്ല, അങ്ങനെ ശരിയല്ല, എത്ര ദുആ ചെയ്തിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ രോഗം നമ്മൾ ചികിത്സിച്ച് മാറ്റ്, എന്നിട്ട് നീ ദുആ ചെയ്യ്, അല്ലാഹു നിന്റെ ദുആ സ്വീകരിക്കും. അത് അല്ലാഹയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഔലിയാക്കളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? ഇത് ഞാൻ പറയുന്ന വാക്കല്ല, നബി തങ്ങൾ പറയുന്ന വാക്കാ. ഒരു ഹദീസോടെ ഓതി തരട്ടെ. ഹദീസ് ഓതിയാ ഞാൻ ഈ പറയുന്നത്. ഹദീസ് ഓതിട്ട് പറയാണ്, ഞാൻ എന്റെ സ്വന്തം വാക്കിൽ ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഅതി അലന്നാസി സമാൻ, എന്റെ ഉമ്മത്തിന്റെ മേൽ ഒരു കാലഘട്ടം സംജാതമാകും. ലാ യബ്ഖാ അഹദുൻ ഇല്ലാ ആകില റിബാ, ആ കാലഘട്ടത്തിൽ പലിശ ഭക്ഷിക്കാത്തവൻ ആരും തന്നെ ഉണ്ടാവുകയില്ല. ഫമൻ ലം യഅകുൽ മിനർ റിബാ, അല്ലാഹുവിനെ പേടിച്ചിട്ട് ആരെങ്കിലും പലിശ തിന്നാതിരുന്നാൽ അസ്വാബഹു മിൻ ഗുബാരിഹി വഫീ റിവായത്തിൻ ഔ മിൻ ബുഖാരിഹി, പലിശയുടെ പൊടി എങ്കിലും അവനെ തട്ടാതിരിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹ്
അള്ളാഹുവെ പേടിച്ചിട്ട് ഒരാൾ പലിശയുമായി ബന്ധപ്പെടുന്നില്ല എന്നിരിക്കെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു അദ്ദേഹത്തിന് പലിശയുമായി ബന്ധമില്ല എങ്കിലും അദ്ദേഹത്തെ പലിശ സ്പർശിക്കാതിരിക്കുകയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന്റെ മേൽ സംജാതമാകുമെന്ന് ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് എത്ര പച്ചയായ സത്യം എന്നതിന്റെ തെളിവാണ്. ഒരു പലിശയുടെ അംശം പോലും തിന്നാത്ത ഉസ്താദിനെ എവിടെയെങ്കിലും വിളിച്ചുകൊണ്ട് ദുആയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ചെറുപ്പക്കാര് കാറോ ബൈക്കോ ആയിട്ട് വരികയും ആ ഉസ്താദിനെ കാറിന്റെയും ബൈക്കിന്റെയും മുകളിൽ കയറ്റിയിരുത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ആ വീട്ടിൽ നിന്ന് ഉസ്താദ് ദുആ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓർക്കണം, ഉസ്താദേ നിങ്ങൾ യാത്ര ചെയ്ത വണ്ടി CC ഇട്ട വണ്ടിയാ, നിങ്ങൾ യാത്ര ചെയ്യുന്ന കാറ് CC ഇട്ട കാറാണ്, നിങ്ങൾ വീട് പാലി കാച്ചാൻ പോകുന്ന ആ വീടിന്റെ അടിത്തറ 2 ലക്ഷം ബേസ്മെന്റ് കെട്ടിയത് അത് പലിശയുടെ പൈസ എടുത്തിട്ടാണ്, അതിന്റെ മുകളിൽ ഇരുന്നിട്ട് ഉസ്താദ് യാസീനോദ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അസാബഹു മിൻ ഗുബാരിഹി ഔ മിൻ ബുഖാരിഹി. ശരിയോ തെറ്റോ ഞാൻ പറഞ്ഞത്? ഞാൻ അടക്കം എന്റെ കുറ്റം അടക്കം പറയാ. പോയി ദുആ ചെയ്യുമ്പോൾ CC ഇട്ടോണ്ട് വണ്ടിക്കകത്ത് കയറി ഇരുന്ന് പോകുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? പൊടി അടിക്കുന്നില്ല അടി കൂടെ. വീട്ടിൽ പോയിരിക്കുന്നു, വീടിന്റെ നല്ല എന്താ പറയാ വെട്രിഫൈഡ് ടൈലില് ഗ്രാനൈറ്റിൽ ഇരുന്ന് ഉസ്താദ് ദുആ ഇറക്കുന്നു, ദുആ ചെയ്യുന്നു. അടിയിൽ നിന്ന് എന്താ കയറുന്നത്? പൊടി, പലിശയുടെ പൊടി. 2 ലക്ഷം ലോൺ, 2 ലക്ഷം ലോൺ. നിസ്കാരത്തിന് ഒരു കുറവില്ല, ദുആയ്ക്ക് ഒരു കുറവില്ല. കൃത്യസമയം 5 വഖത്ത് കൃത്യമായി വന്ന് പള്ളിയിൽ നിസ്കരിക്കും. എല്ലാം കഴിഞ്ഞു. ലോണും ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല, ഒരു പ്രശ്നവുമില്ല, ഒന്നുമില്ല. ശരി, താത്താമാർ ഒരു പ്രശ്നവുമില്ല, ലോൺ എടുക്കില്ല, ഒന്നും ചെയ്യൂല, പലിശ തിന്നേയില്ല, ഒന്നും ചെയ്യൂല. പിന്നെ ഒരൊറ്റ പരിപാടിയുള്ള എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൈ കിടക്കുന്ന വളം എടുത്തുകൊണ്ട് ബാങ്കിൽ വെച്ച് പണയം വെക്കും. അത് മാത്രമേ ഉസ്താദ് ഞങ്ങൾ ചെയ്യാറുള്ളൂ. അതിനെന്താ കുഴപ്പം? നമ്മൾ പലിശ തിന്നുന്നില്ല, അങ്ങോട്ട് കൊടുക്കുമല്ലേ. എന്നിട്ട് താത്ത മുസാഫ് കൈ പിടിച്ചോണ്ട് ദുആരക്ക് നാടിയാടി ദുആരക്ക് ഒരു ദുആയും എന്റെ പൊന്ന് സലീന താത്ത സ്വീകരിക്കൂല. എന്താ കാരണം? മോതിരം സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, വള സ്റ്റേറ്റ് വാങ്ങിയിരിക്കുന്നു, സൊസൈറ്റി ഇരിക്കുന്നു. 2000 രൂപയ്ക്ക് വെച്ച സാധനം തിരിച്ചെടുക്കണമെങ്കിൽ 3000. അതിന്റെ എന്താ ആവശ്യം? അപ്പൊ 1000 രൂപ എന്താ? ഏത് വകയിൽപ്പെട്ടതാ? ഏത് വകയിൽപ്പെട്ടതാ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ലഅനല്ലാഹു ആകിലർ റിബാ വ മൂകിലഹു ഐ ആഖിറഹു വ മുഅതി. പലിശ വാങ്ങലും കൊടുക്കലും ശിക്ഷയാണ്. ഇങ്ങോട്ട് വാങ്ങിയാലും നീ പണയം വെച്ചിട്ട് പലിശ അങ്ങോട്ട് കൊടുത്താലും അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാത്ത് പോലും ചൊല്ലാൻ നമുക്ക് മടി. കാരണം എന്താ? ഓ ഇങ്ങനെയാണ് ഇനി ജീവിച്ചിട്ട് വലിയ കാര്യം. ഇനിയിപ്പോ സലാത്തിലോട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തിനാ വേറെ ജോലിയൊന്നുമില്ലേ? ഞാൻ ആരാടെ പ്രസംഗിക്കാൻ വിളിച്ചത്? മനുഷ്യനെ മൊത്തം ജീവിക്കാൻ സമ്മതിക്കൂല ഇവിടെ. ചെറുപ്പക്കാർക്ക് നാളെ അടികൊള്ള റെഡിയായിട്ടിരുന്നു. ദീനിന്റെ കാര്യം പറയുന്നതിന് ഇപ്പൊ നമ്മളെ പേടിക്കേണ്ട കാര്യം എന്താ അല്ലേ? എന്റെയും കൂടെ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു വലിയ ആളൊന്നും അല്ലല്ലോ. പക്ഷെ അള്ളാന്റെ റസൂലിന്റെയും ദീനിന്റെ കാര്യം ഖുർആനിലും അതീതിലും ഇരുന്നാൽ മതിയോ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മക്ക് മനസ്സിലാക്കണ്ടേ? ഇത്ര നാളും ചെയ്തു പോട്ടെ, ഇനി തൗബ ചെയ്യാലോ. ഏത് ഇനിയെങ്കിലും തൗബ ചെയ്യാലോ അല്ലേ? ചെയ്തൂടെ? അതാ നമ്മൾ പറയുന്നത്. പക്ഷെ ഇത് പറയാതിരുന്നാലോ? ഇത് പറയാതിരുന്നാൽ നാളെ വീണ്ടും കൂടെ കൊണ്ടുപോയി രാവിലെ തിരുവനന്തപുരം വരെ പോകണം, പൈസ ഇല്ല, ഒരു മോതിരം ഇരിപ്പുണ്ട്, അത് കൊണ്ട് വെച്ചിട്ട് പണയം വെച്ചിട്ട് വീണ്ടും പോകും. ഹജ്ജിനും ഉംറക്കും വരെ പോകാൻ പണയം വെച്ചിട്ട് പോകും. ഹജ്ജിനും ഉംറക്ക് ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എനിക്ക് പണ്ട് ഇരിപ്പുണ്ട്, വടക്കുന്ന് ചോദിച്ചതാ, പണ്ട് ഇരിപ്പുണ്ട്, സ്വർണ്ണം ഇരിപ്പുണ്ട്, അത് പണയപ്പെടുത്തണം, ഭർത്താവ് അത് വിൽക്കാൻ സമ്മതിക്കുന്നില്ല, അത് പണയപ്പെടുത്തിട്ട് ഉംറക്ക് പോകാവോ? ഞാൻ പറഞ്ഞു അത് ഹറാം. ഒരു കാര്യം ശ്രദ്ധിച്ചോളി, ഒരു വിഷയം വരുമ്പോൾ തൊട്ടടുത്ത വിഷയത്തിലേക്ക് പോവാ, പറയാതിരിക്കുന്ന അങ്ങനെ. ഹജ്ജിന് പോകുമ്പോ നമ്മൾ ദുആ ഇറക്കാറുണ്ട്, മഖബൂലും മബ്റൂറുമായ ഹജ്ജാക്കണേ അല്ലാഹ്. അല്ലാഹുവേ എന്റെ